കർണാടക മുൻ DGPയുടെ ദുരൂഹ മരണത്തിൽ ഭാര്യ പല്ലവി കസ്റ്റഡിയിൽ. ഇന്ന് വൈകിട്ടാണ് മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ ബംഗളൂരു HSR ലേഔട്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുത്തേറ്റ് ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം. 1981 ബാച്ചിൽ ഉദ്യോഗസ്ഥനായ ഓം പ്രകാശ് ബീഹാർ സ്വദേശിയാണ്. അനേന സതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുള്ളത്. അനേന, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ? ഈ ഭാര്യയെ കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അരുണ്യ, ഇന്ന് വൈകിട്ടാണ് കർണാടക മുൻ DGP ഓം പ്രകാശിനെ ബംഗളൂരുവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഭാര്യയായ പല്ലവിയെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതിന് ശേഷം മറ്റൊരു വിരമിച്ച IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയുമായി വീഡിയോ കോൾ ചെയ്തതിനു ശേഷം ആ രാക്ഷസനെ ഞാൻ കൊന്നു എന്ന് പല്ലവി പറഞ്ഞതായ ഒരു വിവരമുണ്ട്. വളരെ കാലമായി ഇവർ തമ്മിൽ കുടുംബ വഴക്കുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ ഓം പ്രകാശ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും പല്ലവി സഹപ്രവർത്തകരോട് മുൻപും പറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. ഈ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലാണ് ഓം പ്രകാശ് തന്നെ വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന് പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇന്ന് ഓം പ്രകാശിനെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ശരീരത്തിലാകമാനം കുത്തേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. തറയിലാകെ രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടുകൂടി തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഭാര്യയായ പല്ലവിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനു ശേഷം നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അരുണ്യ. ശരി, നാഷണൽ ഡെസ്കിൽ നിന്ന് അനേന സതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.